ഹായ് ഫ്രണ്ട്സ്, എനിക്ക് കഥകൾ വായിക്കുന്നത് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ അമേരിക്കയിലെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഇപ്പോൾ അങ്ങനെ അധികം കഥകളൊന്നും വായിക്കാൻ സമയം കിട്ടാറില്ല. കൂടുതലും മെഡിക്കൽ റിലേറ്റഡ് ബുക്സൊക്കെയാണ് വായിക്കുന്നത്. പക്ഷേ ഈ 2026 എനിക്ക് കിട്ടിയ ഒരു ബുക്കാണ് മരുക്കാട്ടിലെ കാവൽക്കാരൻ. ഇത് ബാജി ഓടാംവലി എന്നൊരു എഴുത്തുകാരൻ എഴുതിയതാണ്. ഇത് ഞാൻ വായിച്ചു. ഇത് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാനിത് വായിച്ചു തീർത്തു. ഇതിനകത്ത് 20 കഥകളാണുള്ളത്. അപ്പോൾ ഓരോ കഥകളും വായിക്കുമ്പോൾ നമുക്ക് പിന്നെയും വായിക്കാൻ തോന്നും. മെയിനായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു സമയം കുറവാണെന്ന്. പക്ഷേ ഓരോ കഥകളും ചെറുതാണ്. ചെറിയ കഥകൾ വലിയ കാര്യങ്ങൾ പറയുന്നു. ചെറിയ ലാംഗ്വേജ് നമുക്ക് തോന്നും വളരെ സിമ്പിളായിട്ട്. പക്ഷേ അതിനകത്തു കൂടെ നമ്മൾക്കെല്ലാവർക്കും നല്ല പ്രയോജനം വരുന്ന ഓരോ ആശയങ്ങളും ഈ എഴുത്തുകാരൻ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കഥകളും ചോദിച്ചാൽ എനിക്ക് ഓരോന്നും പറഞ്ഞാൽ ഓരോന്നിലും നിന്നും എനിക്ക് ഓരോ നല്ല ഐഡിയാസ് കിട്ടി. പക്ഷേ എന്നെ ഏറ്റവും ആകർഷിച്ചത് ഈ 20 കഥകളിലും എന്നെ ഏറ്റവും ആകർഷിച്ച കഥയെന്ന് പറയുന്നത് യുദ്ധഭൂമിയിലെ കണക്കെടുപ്പുകാരൻ എന്നുള്ളൊരു കഥയാണ്. ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാമല്ലോ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ എഴുത്തുകാരൻ വളരെ നന്നായിട്ട് പറയുന്നുണ്ട്, യുദ്ധം നടക്കുമ്പോൾ നമ്മളാരും യുദ്ധം ചെയ്യുന്നവരോ ചെയ്യിപ്പിക്കുന്നവരോ കണ്ടു നിൽക്കുന്നവരോ നമ്മളാരും കരുതുന്നില്ല. ഇതെല്ലാം ഒരു ആയുധക്കച്ചവടമാണ്, ആയുധങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയുള്ള ഒരു യുദ്ധമാണ് നടക്കുന്നത് എന്ന് നമ്മളാരും മനസ്സിലാക്കുന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഈ കഥകളിൽ ഓരോന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ എഴുത്തുകാരൻ കല്ലിനെയും മണ്ണിനെയും മരത്തിനെയും കിളികളെയും അങ്ങനെ ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും പണ്ട് പഠിപ്പിച്ച ആശാത്തിയെയും ബാല്യകാല സുഹൃത്തിനെയും ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്തവരെ എല്ലാം ഈ എഴുത്തുകാരൻ ഈ കഥകളിലൂടെ ഓർമ്മിക്കുന്നുണ്ട്. അവർക്കൊക്കെ നല്ലൊരു പരിവേഷം കൊടുത്ത് നല്ല രീതിയിൽ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വായിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. അതെ, മരുക്കാട്ടിലെ കാവൽക്കാരൻ.